വേടന്റെ രാഷ്ട്രീയം, നിലപാടുകൾ, പാട്ട് എല്ലാം മലയാളികൾ നെഞ്ചേറ്റുകയാണ്. പ്രിയപ്പെട്ട വേടനെ നമ്മുടെ ഹിരൺദാസ് മുരളി നമ്മൾ റിപ്പോർട്ടറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹിരൺദാസ് മുരളി സ്വാഗതം. പ്രിയപ്പെട്ട വേടൻ സ്വാഗതം, വെൽക്കം. ഇരുത്താൻ വേണ്ടി കുറെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അവരോട് അങ്ങനെ അത്ര പെട്ടെന്ന് ഇരിക്കുന്ന ആളല്ല. ഈ ഇരുത്തത്തിന് ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ചില കാര്യങ്ങൾ പറയാനും ചില കാര്യങ്ങൾ സംസാരിക്കാനുമാണ്. എങ്ങനെയുണ്ട്? രാവിലെ നല്ല തണുത്ത ഒരു മഴയത്താണ് ഇവിടെ എത്തിച്ചേരുന്നത് അല്ലേ? ദിവസമായിട്ട് മഴയാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഇന്നലെ രാത്രി വരുമ്പോഴൊക്കെ മഴയായിരുന്നു. ഇന്ന് മോർണിംഗ് ഇറങ്ങുമ്പോഴും മഴ. നല്ലതാണ് മഴ വീണത്. മഴയത്താണെങ്കിലും ഉള്ളിലെ ചൂട് കെടുന്നില്ല. തീർച്ചയായിട്ടും അല്ലെ? ഇപ്പോഴും ഫയറാണ്. തീർച്ചയായിട്ടും. ഞാൻ ആദ്യമേ ചോദിക്കാൻ വരുന്നത്, ഇപ്പോൾ സർവകലാശാലയിൽ വേടന്റെ പാട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയ വാർത്ത ഞാൻ ഇന്നലെ വൈകുന്നേരം വായിച്ചു. അതെ, ആ പാട്ട് സർവകലാശാലയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയപ്പോൾ അതിനോട് ചേർന്നുള്ളത് എനിക്ക് തോന്നുന്നു just don't care us. They don't really care about us. All I wanna say is that they don't really care about us. ആ പാട്ടാണ്. അപ്പോൾ രണ്ട് റാപ്പ് മ്യൂസിക്കുകളുടെ അല്ലെങ്കിൽ രണ്ട് മ്യൂസിക്കുകളുടെ താരതമ്യ പഠനമാണ് അവർ പ്രധാനമായിട്ട് സിലബസിൽ ഉന്നയിച്ചിരിക്കുന്നത്. വേടൻ പക്ഷേ യൂണിവേഴ്സിറ്റിയിലും കോളേജിലും പോയി പഠിച്ചിട്ടില്ല അല്ലേ? വേടന്റെ പാട്ട് സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ വരുന്നു. അങ്ങനെ വന്നു എന്നറിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് പറയും, നിങ്ങൾ കണ്ടോ, ഒരു ദിവസം ഞാൻ മരിച്ചു പോകുമ്പോഴെങ്കിലും എന്നെ കുറിച്ച് 10ാം ക്ലാസ് പാഠപുസ്തകത്തിലെങ്കിലും പിള്ളേർ പഠിക്കുമെന്ന് പറയാറുണ്ട്. ഞാൻ ഇടയ്ക്ക് വെറുതെ അതെ, ഞാൻ വെറുതെ കോമഡി അടിക്കാൻ വേണ്ടി പറയണാണ് പിള്ളേരുടെ അടുത്ത്. അപ്പൊ ഇതേമാതിരി ഇത് ഞാൻ എപ്പോഴും പറയാനുള്ള എൻ്റെ സുഹൃത്തുണ്ട് ഹൃദിക്. അപ്പൊ ഹൃദിക്കാണ് ഏർലി മോർണിംഗ് എനിക്ക് ഇത് അയച്ചു തരുന്നത്, കാണണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആരുടെ അടുത്തൊന്നും പറഞ്ഞതിൽ നമുക്ക് ഭയങ്കര സന്തോഷമായി. അത് നമ്മളെ കുറിച്ച് പഠിക്കുക. യൂണിവേഴ്സിറ്റിയിലെ MA പഠിക്കുന്ന വിദ്യാർത്ഥികൾ വേടന്റെ പാട്ടിനെ കുറിച്ചും അത് മൈക്കിൾ ജാക്സന്റെ പാട്ടുമായിട്ട് അല്ലേ എങ്ങനെയാണ് താരതമ്യം ചെയ്ത് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വേടൻ ഒരു പഠന വിഷയമായി മാറുന്നു എന്നതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രേക്ഷകർക്ക് അധികം അറിയില്ല, വേടൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ 10 വരെ പ്രോപ്പറായിട്ട് പഠിക്കാൻ എനിക്ക് പറ്റി. സ്കൂളിൽ പോയി. പിന്നെ +1 +2 ഞാൻ മോഡൽ ബോയ്സിലാണ് പഠിച്ചത്. പക്ഷെ ആ സമയത്ത് സ്കൂളിലൊന്നും പോകാൻ അധികം പറ്റിയിട്ടില്ല. പണിയെടുക്കായിരുന്നു. ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. ഈ വേടൻ ജനിച്ച സ്ഥലത്തെ കുറിച്ച് ഞാൻ ഇന്നലെ 2-3 പേരുടെ ഞാൻ ചോദിച്ചു. അത് റെയിൽവേ കോളനി അടുത്തുള്ള സ്ഥലമാണ്. അവിടെ ഇപ്പോഴും പോകാറുണ്ടോ? പിന്നെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ അവിടെയുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് എന്നെ അത്ഭുതപ്പെടുത്തി. സ്വപ്നഭൂമി എന്നായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്. റെയിൽവേ ജനിച്ചു വളർന്ന സ്വപ്നഭൂമി നമ്മുടെ ഞാൻ താമസിച്ചിരുന്ന കോളനിയാണ്. അതൊരു കോളനിയാണ്, ഒരു പട്ടികജാതിക്കാരുടെ കോളനിയാണ്. അതിന്റെ പേരായിരുന്നു സ്വപ്നഭൂമി. പിന്നെ സ്വപ്നഭൂമി കോളനി, തടപ്പറമ്പ് കോളനി. നമ്മളെന്താ അറിയോ, സ്വന്തമായിട്ട് വീടില്ലാത്ത കാരണം ആ ഒരു പഞ്ചായത്തിൽ തന്നെ ആ പഞ്ചായത്തോട് അടുത്ത് നിൽക്കുന്ന പല സ്ഥലങ്ങളിലേക്കും മാറി 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 അങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുളന്താവ് ഗ്രാമപഞ്ചായത്തിലും അതിനെ ചുറ്റുപറ്റിയുള്ള എല്ലാ ഏരിയകളും എനിക്ക് സുഹൃത്തുക്കളുണ്ടെന്ന് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉപകാരം ഉണ്ടായിട്ട് കണ്ടിട്ടുള്ളത്. ഞാൻ ഈ കോളനിയുടെ പേര് മാറ്റിയതുകൊണ്ട് നമ്മൾ പ്രേക്ഷകർക്ക് സംശയമുള്ളൂ. ഇപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ റെയിൽവേ കോളനി എന്നൊരു വാക്കുണ്ട്. ആ വാക്ക് വേറെ ഒരു വാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. സാധാരണ കോളനി എന്ന വാക്കിന് ഒരു രാഷ്ട്രീയാർത്ഥം ഉണ്ടെന്ന് പ്രേക്ഷകർ, അതുകൊണ്ടാണ് ഉന്നതി നഗർ എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റെയിൽവേ കോളനി എന്ന് പറയണോ റെയിൽവേ ഉന്നതി എന്ന് പറയണോ എന്നൊരു ആശങ്കയിലാണ്. സംസാരിക്കാൻ വരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കോളനിയെക്കുറിച്ച് എങ്ങനെ പറയും എന്നുള്ളത്. പക്ഷേ അവിടെയാണ് വേടൻ ജനിച്ചതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ആ സ്ഥലം പറഞ്ഞത്. അപ്പോൾ റെയിൽവേ ഉന്നതിയിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഉള്ളിലൊരു താളമൊക്കെ തീവണ്ടിയൊക്കെ പോകുന്നതിൻ്റെയും അതിൻ്റെ ഓരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു ഓർമ്മയൊക്കെ ഉണ്ടാവില്ലേ വേടന്? പിന്നെ തീർച്ചയായിട്ടും. ഒരു സമയത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ റെയിൽവേ ട്രാക്കുകൾക്ക് അരികിലുള്ള വീടുകളിൽ താമസിച്ചിട്ടുണ്ട്. ഞാൻ 2-3 വീടുകളിൽ അങ്ങനെ തൊട്ടടുത്ത് തന്നെ താമസിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൻ പോണ ശബ്ദം കേൾക്കാതെ ഉറക്കം വരില്ല നമുക്ക്. വേറെ എവിടെയെങ്കിലും മാറി കിടന്ന ഈ ട്രെയിൻ ഫാൻ ഇടേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർക്ക് ഫാനിന്റെ ശബ്ദം കേട്ടാൽ മതിയല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ തീവണ്ടി വരുന്നില്ലെങ്കിൽ ഉറക്കം കിട്ടാത്തൊരവസ്ഥ അല്ലേ? അതിന്റെ ഒരു താളം മനസ്സിൽ കാണുമായിരിക്കും. ട്രെയിൻ പോകുന്നതിന്റെ ഒരു താളം മനസ്സിൽ പിടിച്ചിട്ടുണ്ടാവും. പിന്നെ വേടന്റെ അച്ഛനെ കുറിച്ച് അധികം പ്രേക്ഷകർക്ക് അറിയില്ല. മുരളിച്ചേട്ടൻ ലോട്ടറിയാണ്. ഇല്ല, അതൊക്കെ കഥ തെറ്റാണ്. അതൊക്കെ യൂട്യൂബ് ചാനലുകാർ വെറുതെ പറഞ്ഞു. അപ്പം കൂലിപ്പണി തന്നെയാണ്. ലോട്ടറി പണിയൊന്നുമല്ല, വാർക്കപ്പണി.
വാർക്കപ്പണി തന്നെ. മേലനങ്ങി പണിയെടുക്കുന്ന ഒരാളാണ്. എത്ര വയസ്സായി ആൾക്കാർ ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കും. ഭയങ്കര കഥകളാണ് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊന്നും പ്രേക്ഷകർ കരുതണ്ട, ഇതാണ് വാസ്തവം കേട്ടോ. അപ്പനൊരു ദിവസം ഇത് കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ എപ്പോഴാണ് ലോട്ടറി വിറ്റെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ എനിക്കറിയാം പാടില്ല, അപ്പോൾ ആൾക്കാർ ഓരോന്ന് പറയണതാണ്. അമ്മ പക്ഷേ ഈ വോയിസ് ഓഫ് വോയിസ്ലെസ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണോ അമ്മ വിട്ടുപോകുന്നത്? ഇല്ല, വാ എന്ന് പറഞ്ഞ ട്രാക്ക് ഇറങ്ങിയിട്ട് ഒരു 2 വർഷം. 2 വർഷം അല്ലേ? ഞാനൊരു യൂട്യൂബിൽ വേടൻ തന്നെ പറയുന്നത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി. വേടൻ്റെ ആ പഴയ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരു സിനിമാറ്റിക് അമ്മ സ്റ്റൈലിലുള്ള കുട്ടിക്കാലം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ പൊതുവേ ധരിച്ചിരിക്കുന്ന ഒരു കുട്ടിക്കാലമോ, അങ്ങനെ ഒരു അമ്മ അച്ഛൻ അങ്ങനെ ഒരു സങ്കല്പമൊന്നും വേടൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അത് സിനിമയിൽ മോനെ ഉണ്ണി നീ ഭക്ഷണം കഴിച്ചോടാ എന്ന് പറഞ്ഞ് പിന്നാലെ പോയി ചോറ് കൊടുക്കുന്ന ഒരു അമ്മയുടെ സങ്കല്പം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു അമ്മയല്ല വേടൻ്റെ മനസ്സിലുള്ളൊരമ്മ. അതെങ്ങനെയുള്ളൊരമ്മയായിരുന്നു വേടൻ്റെ ഒരു അനുഭവത്തിലുള്ളൊരമ്മ? ഇതിനിപ്പോൾ എനിക്ക് തോന്നുന്നതേ, ഈ നമ്മളെപ്പോലെ ഈ അധസ്ഥിതരായ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലെ അമ്മമാരെ എല്ലാവരും ഇതേമാതിരി മക്കളെക്കുറിച്ച് ആലോചിക്കാനോ മക്കളുടെ ഭാവി എന്തായിരിക്കുമെന്നതിനെ കുറിച്ച് ആലോചിക്കാനോ അവർക്ക് പറ്റുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവനെ പഠിപ്പിച്ച് ഒരു വലിയ നിലയിലാക്കണം, സ്പെഷ്യൽ ട്യൂഷൻ അയക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമിക ബോധം ഈ അമ്മമാർക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നന്നത്തെ കാര്യങ്ങൾ പട്ടിണിയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് ജോലി എടുക്കുന്ന അമ്മമാരെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ അതല്ലാത്ത അമ്മമാരെയും കണ്ടിട്ടുണ്ട്, വീട്ടിലിരുന്ന് പണിയെടുക്കുന്ന ഹൗസ് വൈഫ് എന്നൊക്കെ പറയുന്ന. അതായത് അവർ മനസ്സിലായോ, എൻ്റെ അമ്മയൊന്നും അങ്ങനത്തെ അമ്മയായിരുന്നില്ല. ഒരു പക്ഷേ ഈ പിന്നാലെ നടന്ന് ചോറ് കൂട്ടാൻ വരുന്ന അമ്മ എന്നുള്ളതൊരു ലക്ഷറിയാണ് വേടനെ സംബന്ധിച്ചല്ലേ? അയ്യോ, കോടീശ്വരനായി ഞാനപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ഒരു അമ്മ ഉണ്ടായിരുന്നു കോടീശ്വരനായ? ഞാൻ കുഴപ്പമില്ല, ഞാൻ ഇനിയും കോടീശ്വരനാവും. സ്നേഹം കൊണ്ട് ഒരുപാട് മനുഷ്യരുണ്ട് സ്നേഹിക്കാൻ. പക്ഷെ അങ്ങനെ ഒരു അമ്മയെ കിട്ടാത്തത് കൊണ്ടൊരു ദാരിദ്ര്യം കൂടിയുണ്ട്. അഥവാ അമ്മയുടെ ഒരു അവസ്ഥ അതെല്ലാ മക്കൾക്കും അമ്മ ഭയങ്കര നെസസറി ആയിട്ടുള്ള കാര്യമാണല്ലോ എല്ലാ മക്കൾക്കും. അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ് കണ്ടത് അല്ലേ, വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് അല്ലേ? ഇപ്പൊ നമ്മള് മറ്റേ മെഹ്റൂജയുടെ ഫോട്ടോ മെഹ്ജൂറയുടെ ഫോട്ടോ തരുന്ന സമയത്ത് ഞാൻ മെഹ്ജൂറയെ കുറിച്ച് കേൾക്കുമായിരുന്നു. അപ്പൊ മെഹ്ജൂറ പറയുന്നുണ്ട് ആ സമയത്ത് അമ്മയ്ക്ക് മോനെ കുറിച്ച് പറയാനുണ്ട്, പക്ഷെ എന്നാൽ അങ്ങനൊന്നും പറയാനൊന്നും അറിയില്ല. ഇല്ല, നമ്മൾ അങ്ങനെ ആത്മബന്ധങ്ങളൊന്നും ഇല്ല അമ്മയായിട്ട്. അതിപ്പോ എൻ്റെ ഫാദർ എൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. പുള്ളിക്കാരനായിട്ട് ഞാനിപ്പോൾ ഒരു ആത്മബന്ധം ഇപ്പോഴാണ് ഉണ്ടാക്കിയെടുത്തത്. എന്നെ ഒരുപാട് നോക്കിയിട്ടുള്ളതും എൻ്റെ അപ്പനാണ്. കുറെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ. പക്ഷെ നമ്മൾ തമ്മിൽ ആത്മബന്ധങ്ങൾ ഇല്ലെന്നേ. സ്വകാര്യ നിമിഷങ്ങൾ ചെലവാക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ആ ഒരു കൾച്ചർ ഈ പറയുന്ന സമൂഹത്തിനകത്ത് ഒരു ടിപ്പിക്കൽ സാധാരണ മലയാളിയുടെ കുടുംബത്തിൽ കാണണമെന്ന് അവൻ ആഗ്രഹിക്കുകയോ സ്വപ്നം കാണുകയോ സിനിമാ ഫ്രെയിമിൽ കാണുകയോ ചെയ്യുന്ന ഒരു അച്ഛൻ അമ്മ ഇങ്ങനെ ഒരുമിച്ച് കിടന്ന് ഒരേ പുതപ്പിൻ്റെ കീഴിൽ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് പഠിപ്പിച്ച് അല്ലേ, അങ്ങനെ പോകുന്നൊരു ബാല്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊരു ചെറിയ നഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. അതൊന്ന് ഈ പറയുന്ന രീതിയിൽ അങ്ങനെ സ്കൂളിലേക്കൊക്കെ പോയി പഠിച്ച് ഇങ്ങനെ വരണം എന്നുള്ളത്. രണ്ടാമത്തത് ചില ശീലങ്ങളുടെ കാര്യത്തിലും അങ്ങനെ വഴികാട്ടാൻ ആരും ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ഉള്ള ഒരു കാര്യം കൂടിയാണ്. ഓർമ്മയിൽ നിൽക്കുന്ന ആദ്യത്തെ പാട്ടെന്ന് പറയുന്നത് നീർനിലങ്ങളിൽ അല്ലേ, അടിമയാര് ഉടമയാര് എന്നുള്ള പാട്ടാണ്. ആ പാട്ട് എഴുതാനിരിക്കുമ്പോൾ 25 വയസ്സേ ഉള്ളൂ അല്ലേ, 25ാമത്തെ വയസ്സിലാണ് ആ പാട്ട് എഴുതുന്നത്. അത് എഴുതുന്നതിന് മുൻപ് സ്റ്റുഡിയോ ബോയ് ആയിട്ട് വർക്ക് ചെയ്തു അല്ലേ, അതിനു മുൻപ് വാർക്കപ്പണിക്ക് പോയിട്ടുണ്ട് അല്ലേ, പിന്നെ അതിനുശേഷം പോയിട്ടുണ്ട്. പാട്ട് എഴുതിയതിനു ശേഷം പോയിട്ടുണ്ട്. ഞാനും എൻ്റെ മെയിൻ വാർക്കപ്പണിക്കാരൻ സുഹൃത്താണ് വിജി, കൂടെ വന്നിട്ടുണ്ട്. വിജി ഇപ്പോഴും എൻ്റെ കൂടെയാണ്, ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോഴും ജോലി ചെയ്യുന്നത്. അന്ന് ഈ ജോലി ചെയ്യുന്ന സമയത്തും ഈ വാർക്കപ്പണി അല്ലെങ്കിൽ നിർമ്മാണ പണിയൊക്കെ ചെയ്യുന്ന സമയത്തും ഉള്ളിൽ ഈ ഒരു താളവും പാട്ടും ഈ നിരാശയും ഒരു ഫൈറ്റ് ചെയ്യാനുള്ളൊരു ഫയറും ഒക്കെ ഉള്ളിലുണ്ട്. ഞങ്ങളുടെ പണി സൈറ്റ് പാട്ട് കച്ചേരിയാണ്. കട്ടയെടുത്ത് വെക്കുമ്പോൾ പാട്ടാണ്. അപ്പനൊക്കെ ഭയങ്കര പാട്ടുകാരാണ്. അപ്പനൊക്കെ പണിക്ക് കയറി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ റേഡിയോ ഓൺ ആക്കി അപ്പനും മോനും കൂടി ഒരുമിച്ച് പണി പോകാറുണ്ട്. അയ്യോ, ഞാനപ്പനും വളരെ ഒരേ ടീമിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. അപ്പൻ്റെ കൂടെ പണിയെടുക്കാൻ പറ്റില്ല, ഭയങ്കര സ്പീഡാണ് അയാൾ. ആണോ? അപ്പനും മോനും കൂടി പണിയെടുക്കുമ്പോൾ അപ്പനാണ് സ്പീഡിൽ പോകുക. അപ്പൻ നല്ല സ്പീഡ് അപ്പൻ്റെ നിന്ന് കിട്ടിയതാണോ? ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഭക്ഷണം കഴിക്കാനും എഴുതാനും. അല്ല, പാട്ടിലെ സ്പീഡ് ഇല്ല, അത് ചിലപ്പോൾ ആയിരിക്കാട്ടാ. അപ്പൻ നല്ല പാട്ടുകാരനാണ്. അപ്പൻ പഴയ തമിഴ് പാട്ടുകളിലൊക്കെ ആശാനാണ് അയാൾ. അപ്പൻ പാട്ട് പാടി വേടൻ ഇഷ്ടപ്പെട്ട പാട്ട് വരികളുണ്ടോ, ഓർമ്മയുണ്ടോ? വാർത്ത എന്ന് പറഞ്ഞൊരു പടം കണ്ടിട്ടില്ലേ? വാർത്ത മമ്മൂട്ടിയുടെ പടം. അതിനകത്ത് ഇന്നലകൾ ഇതുവഴി പോയി എന്ന് പറഞ്ഞ പാട്ടില്ലേ, അതാണ് അപ്പൻ്റെ ഭയങ്കര ഫേവറേറ്റ്. രാത്രിയിലേക്ക് ഇരുന്ന് പാടാറുണ്ട്. അയ്യോ, അതിനകത്ത് ഇങ്ങനെ ഒരു സാധനം വരുള്ളൂ. കുരുടൻ ഞാൻ കനവുകളൻ സ്വന്തം അയ്യോ, ഞാൻ പാടണമെന്നൊന്നുമല്ല. പുള്ളിക്കാരൻ
അടുക്കള ജീവിയാണ് അപ്പൻ. അപ്പൻ കാലത്ത് ഒരു 5:50 5:20 ആകുമ്പോഴേക്കും പുള്ളിക്കാരൻ എനിക്ക് എന്നിട്ട് ഒരു FM ഓണാക്കും, അല്ലെങ്കിൽ പാട്ട് പാടും. ഒരു 7 മണിക്കുള്ളിലൊക്കെ ഭക്ഷണം റെഡിയാണെന്നേ. അപ്പനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പനാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണ്. അടുക്കളക്കകത്ത് ആരെയും കയറ്റാൻ സമ്മതിക്കില്ല. ആണ്. അങ്ങനത്തെ ഒരു വാശിയുള്ള ആളാണ്. ഇത് വൈകുന്നേരം ഇരുന്ന് ഈ പാട്ടൊക്കെ പാടുന്ന കേൾക്കുന്ന സമയത്ത് മനസ്സ് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും അല്ലേ? ഇതിപ്പോ കേൾക്കുന്ന സമയത്ത് തന്നെ പ്രേക്ഷകർക്കും അത് ആ ഫീലിംഗ്. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് മിണ്ടലും വലിയ കാര്യമായിട്ടൊന്നും മിണ്ടലൊന്നും ഇല്ല. പക്ഷെ ആൾക്കറിയാം, നമുക്ക് രണ്ടുപേർക്ക് അറിയാം അങ്ങോട്ട്. ഞങ്ങൾ അങ്ങനെ മിണ്ടാറൊന്നും ഇമോഷൻസ് ഇങ്ങനെ കൈമാറാറില്ല. അതങ്ങനെ ഒരു ശീലമില്ല ആ കൾച്ചറിൽ, അങ്ങനെ ഒരു ശീലമില്ല. ഈ ഇതിനെതിരെ എപ്പോഴാണ് ഇതിനൊരു അനീതി ഉണ്ടെന്ന് ബോധ്യമാവുന്നത്? ഒരു ഇരട്ട നീതി എൻ്റെ മുന്നിലുണ്ട് എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നത് ഏത് പ്രായത്തിലായിരിക്കും? നമുക്ക് സ്കൂളുകളിൽ നിന്നാണ് നമുക്ക് ജാതി മനസ്സിലാവുന്നത്. അത് പ്രത്യേകിച്ച് ഇന്ത്യൻ ക്ലാസ് മുറിയിലാണോ അതോ ക്ലാസ് മുറികളിലാണ് നമ്മളതിനെ ഏറ്റവും കൂടുതൽ ജാതീയമായി വേർതിരിക്കുന്ന ഇടം. ഹിരൺദാസ് മുരളിയിൽ നിന്ന് വേടൻ എന്ന പേരിലേക്ക് അറിയപ്പെടണം എന്നുള്ളത് ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗം കൂടിയാണല്ലോ, അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. എനിക്ക് ഈ പേര് മതി. ഞാൻ ആ പേര് ശ്രദ്ധിക്കുമ്പോഴാണ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നതാണ്, ഞാനത് തുടർന്ന് ചോദിക്കുക. വേടൻ എന്നുള്ളത് ഒരേ സമയം വല വിരിക്കാൻ പോകുന്ന ആളാണ്, അതേസമയം വേടൻ വേട്ടയാടാൻ പോകുന്ന ഒരാളാണ്. പക്ഷികളെ അമ്പെയ്ത് കൊന്നതും വേടനാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, പാടി കേട്ടിട്ടുള്ളത്. വേടനിലൊരു വേട്ടക്കാരനുണ്ട് എന്ന് പറയാറുണ്ട്. പുരാണങ്ങൾ എഴുതിയതും വേടനാണ്, അതും വേടനാണ്. അപ്പം വേടൻ ഇരയാണോ വേട്ടക്കാരനാണോ എന്നൊരു ചോദ്യം ഉണ്ടാവും. രണ്ടുമാണല്ലോ. ഇരയുമാണ്, രണ്ടുമാണല്ലോ. ഇത് മനുഷ്യരങ്ങനെയാണല്ലോ. നമ്മളൊരു എന്താണ് അതിനെ പറയാ, ഫുഡ് സർക്കിളിന് എന്താണ്, അതായത് ഭക്ഷ്യ സംക്രമണ വ്യവസ്ഥ അല്ലേ? അതെ അതെ. മനുഷ്യനെ തിന്നുന്ന പുലിയും കടുവയൊക്കെ ഉണ്ടല്ലോ. മനസ്സിലായി. അപ്പൊ വേട്ടക്കാരൻ, ഞാൻ എന്റെ ആർട്ട് ചെയ്യുന്ന ആഹാര ശൃംഖല. അതെ, ആഹാര ശൃംഖല. അപ്പൊ ഞാൻ ആ സിസ്റ്റത്തിനകത്ത് പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വേട്ടയാടുകയും ചെയ്യും, വേട്ടയാടപ്പെടുകയും ചെയ്തേക്കാം. ഞാൻ ഒരുപാട് തവണ അത് ലൈക്ക് ഇതേ സർക്കിൾ എൻ്റെ ലൈഫിൽ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും വീണിട്ടുണ്ട്, ഞാൻ വീണ്ടും എനിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷെ മരിക്കണവരെ ഇത് ഈ പണി പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. വേടൻ, ഞാൻ ആ പേരിലേക്ക് വന്നത്, വേടൻ എന്ന പേര് ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് എപ്പോഴാണ്? സ്കൂളിൽ പോകുന്ന സമയത്ത് അത് വിളിച്ചിട്ടാണോ ഇത് തിരിച്ചറിയുന്നത്? അല്ല, എനിക്ക് വളരെ ചെറുപ്പത്തിൽ ഈ പേരുണ്ട് എനിക്ക്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കിൽഡാണ് ചെറുതായിട്ട്. ഈ സ്ലിംഗ് ഷോട്ട് ഉപയോഗിക്കുക, മീൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. കൂട്ടുകാരാണ് വിളിച്ചത്? നമ്മുടെ അവിടെ സ്നേഹത്തോടെ വിളിച്ചതാണ്. സ്നേഹത്തോടെ വിളിച്ചതാണ് ആ പേര്. പിന്നെ ഈ പേര് അങ്ങോട്ട് ലൈക്ക് വേറെ രീതിയിൽ ഉപയോഗിക്കാനും. പിന്നെ എൻ്റെ പേര് ആർക്കും അറിയില്ല. എൻ്റെ സ്കൂളിൽ ഒരു ഗ്രാമത്തിൽ തന്നെയാണ്, തിരൂർ സെൻറ് തോമസ് സ്കൂളിലാണ് ഞാൻ ഒരുപാട് കാലം പഠിച്ചത്. അപ്പോൾ അത് നമ്മുടെ ഗ്രാമത്തിനടുത്ത് തന്നെയുള്ള സ്കൂളാണ്. അപ്പോൾ നമ്മുടെ ഗ്രാമത്തിലുള്ള എല്ലാ പിള്ളേരും അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വിളിച്ച് ആ സ്കൂൾ മൊത്തം എന്നെ വേടൻ എന്നാണ് വിളിക്കുക. ഞാൻ മോഡൽ ബോയ്സിൽ പോയപ്പോഴും അവിടെ എൻ്റെ പേര് വേടൻ തന്നെയാണ്. ഞാൻ കുറുക്കഞ്ചേരി SNL പഠിച്ചിട്ടുണ്ട് കുറേ കാലം, അവിടെ എൻ്റെ പേര് വേടൻ. പിന്നീട് അതൊരു പ്രതിഷേധത്തിൻ്റെ പേര് കൂടി ആവട്ടെ. ഞാൻ ആ പേരിൽ അറിയപ്പെടാനും എൻ്റെ പാട്ടും ബാൻഡും അങ്ങനെ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ കാസ്റ്റ്ലെസ് കളക്റ്റീവിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമല്ലോ. ഞാൻ ആദ്യം വേറെ പേരൊക്കെ ഇട്ടാലോ. എന്താണ് ആദ്യത്തെ പേര് വിചാരിച്ചത്? ഞാൻ ഇങ്ങനെ ഒന്നും മനസ്സിൽ വിചാരിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, ഈ പേര് മാറ്റേണ്ട വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്നുള്ള കാര്യത്തിലൊക്കെ. പക്ഷെ വേടനെതിരെ എന്തോ ആർക്കോ കേസൊക്കെ കൊടുക്കാൻ പോകുന്നത് അത് നമ്മുടെ ഇവരായിരുന്നു വേടർ മഹാസഭ. അവരോട് സംസാരിച്ച് തീർപ്പായോ? വക്കീൽ വഴിയാണ്. ഇല്ല, കുഴപ്പമൊന്നും. അതെന്താണെന്ന് എനിക്കറിയില്ല. തെറ്റിദ്ധാരണയായിരിക്കും. എനിക്കറിയാം. വേടൻ നടന്നു വന്ന വഴികളിലൊക്കെ പൂവിരിഞ്ഞ വഴികളൊന്നും ആയിരുന്നില്ല എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. നിറയെ മുള്ളി ചവിട്ടിയിട്ടുണ്ട് അല്ലേ? പിന്നിൽ ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ? എൻ്റെ പിന്നിൽ ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ സുഹൃത്തുക്കളും സഹോദരന്മാരും മാത്രമേ ഉള്ളൂ. പക്ഷെ വേടൻ നടന്നു പോകുന്ന വഴിയിൽ വേടൻ ഒന്ന് വീണു. ആ വീണതാണോ വീഴ്ത്തിയതാണോ എന്നതാണ് ചോദ്യം. അതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ മിസ്റ്റേക്കുകളുണ്ട്. അന്ന് വീഴുന്ന സമയത്ത് ഒരു വലിയ ആവേശത്തിലായിരുന്നല്ലോ വേടൻ. പെട്ടെന്ന് 2 കേസുകൾ വരുന്നു. അതും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ എന്തൊക്കെയോ ചുറ്റുപാട് സംഭവിക്കുന്നു. അപ്പോൾ ഈ പോലീസ് ജീപ്പിൽ അല്ലെങ്കിൽ ഈ കസ്റ്റംസ് വനവകുപ്പിൻ്റെയൊക്കെ ജീപ്പിൽ ഇരിക്കുന്ന സമയത്ത് വേടൻ്റെ മനസ്സിൽ എന്തായിരുന്നു? വേടനെ കാണുന്ന സമയത്ത് വളരെ സൈലൻ്റ് ആയിട്ടാണ് വേടൻ പോകുന്നത്. എന്തായിരുന്നു മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നത്? നമുക്കതിങ്ങനെ കൃത്യമായിട്ട് പറയാം. നമുക്ക് പേടിയുണ്ടായിരുന്നു. എൻ്റെ ഫാമിലിനെയും എൻ്റെ സുഹൃത്തുക്കളെയും കുറിച്ച്. കാരണം എന്നെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അവർ ഒരു ജീവിതത്തിൽ ഒക്കെ പോലും സന്തോഷത്തിൽ ജീവിക്കാത്ത ആൾക്കാരാണ്. എൻ്റെ അപ്പനും അനിയത്തിയും ചേട്ടനൊക്കെ. അവർക്ക് ഇപ്പോഴാണ് ഒരു മോശമില്ലാത്തൊരു വീട്ടിൽ സ്കൂട്ടറൊക്കെ ഉണ്ട്, യാത്ര ചെയ്യാൻ സൗകര്യവും അവർക്ക് തോന്നുന്ന ഭക്ഷണങ്ങൾ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ ഇപ്പോഴാണ് അവർ ജീവിക്കുന്നത്. അവരെ സന്തോഷം അനുഭവിച്ചു തുടങ്ങിയിട്ടുള്ളത്. ആ കുപ്പായം വിയർപ്പ് തന്നെ ഇട്ടതാണ്. തീർച്ചയായിട്ടും. പക്ഷെ നാട്ടുകാർ അതിന് വേറെ കഥകളൊക്കെ പറഞ്ഞു പ്രചരിപ്പിച്ചു. അത് നാട്ടുകാർക്ക് എന്തും പറയാലോ. ആളുകൾ ഇങ്ങനെ കാണുന്നു, നോക്കുന്നു, പെട്ടെന്നൊരു വേറൊരു ഒബ്ജക്റ്റായിട്ട് അങ്ങ് മാറുകയാണ്. അതുവരെ വേടൻ ഒരു വലിയ ആവേശമായി നിൽക്കുന്ന വേടനെ ഇഷ്ടപ്പെടുന്നവർക്ക് സങ്കടം ഉണ്ടാവുന്നു. പക്ഷേ വേടനെ അടിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ട് ചില ആളുകൾ അത് ഉപയോഗിക്കുന്നു.
അപ്പോൾ ഇതൊക്കെ മനസ്സിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നു. നാട്ടുകാർ എന്ത് പറയും അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നു? ഇല്ല ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഇല്ല ഞാനിത് ഓൾറെഡി ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്കൊരു ശീലമായി കൂടി മാറിയത് കാരണേ. പിന്നെ എനിക്കറിയാം എന്നെ ഒരു ദിവസം ഒരു അടിക്കും എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാനായിട്ട് വടി കൊടുക്കാതിരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്കന്ന് ഉറപ്പായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ 10 തല വരാൻ പോകുന്നില്ല. അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കും. 10 തല ഒരുപാട് പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മന്നർ, ഒറീസ ബാലു പോലെയുള്ള റിസർച്ചേഴ്സിൻ്റെ പുസ്തകങ്ങളും ഈ തമിഴ്നാട് ബേസ് ചെയ്തിട്ട് പണിയെടുക്കുന്ന ആന്ത്രപ്പോളജിസ്റ്റുകൾ പോലെയുള്ള ആൾക്കാരുടെയൊക്കെ വീഡിയോസ് കണ്ടും എനിക്ക് തമിഴിലാണ് അത് കൂടുതലുണ്ടാവുക. അപ്പോൾ എനിക്ക് തമിഴ് വായിക്കാൻ ഇച്ചിരി സ്ലോവാണ് ഞാൻ. അപ്പോൾ ഞാൻ അത് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച്. കാരണം നമ്മളൊരു കാര്യം പ്രത്യേകിച്ച് മിത്തോളജിയിൽ നിന്നൊരു കാര്യം എടുത്ത് നമ്മൾ എഴുതുമ്പോൾ അതിൽ മണ്ടത്തരം പറ്റരുതല്ലോ. അപ്പോൾ അതിന് എനിക്ക് കുറച്ച് സമയം വേണം. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം വേടന് ആ ഫയർ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടോ, അതോ ആ ഫയർ കൂടുകയാണോ ചെയ്യുന്നത്? ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ട് എനിക്ക് വായിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര ഓപ്പണായി എനിക്ക്. അപ്പോൾ ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരിക്കലും ആ തീ കെട്ടുപോകാതിരിക്കാൻ ഞാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ഫയർ വിടാതിരിക്കാൻ തീർച്ചയായിട്ടും. രാഷ്ട്രീയം പറയുന്നത് നിർത്തുകയില്ല. അത് ഐ തിങ്ക് ഐ എം ദ ചോസൺ വൺ. ഞാൻ അല്ലെങ്കിൽ മറ്റാരും ഇത് പറയും. ഉള്ളിലൊരു ഫയറുണ്ട്, പോരാടാനൊരു വലിയ ആശയമുണ്ട്, പോരാടുന്നത് ഒരു വലിയ ആശയത്തിനെതിരെയാണ്. ഇതിനിടയിലൊക്കെ പ്രണയിക്കാനൊക്കെ എവിടുന്ന സമയം കിട്ടിയത്? അയ്യോ, വലിയ പോരാളികളെല്ലാവരും പ്രണയിച്ചിട്ടുള്ള ആൾക്കാരല്ലേ. പക്ഷേ ആണ് ഇതിനിടയിൽ പ്രണയിക്കാനും ഉള്ള ഇപ്പം മൊണാലാവയെ കുറിച്ച് പറഞ്ഞത് ഒരു അഗ്നിപർവ്വതം പോലെ അവൾക്ക് കൊടുത്തിരിക്കുന്നതാണ്, ഗിഫ്റ്റാണ് അല്ലേ മൊണാലാവ. അതിൽ ചില വരികളൊക്കെ കേൾക്കുന്ന സമയത്ത് ഇപ്പോൾ സോവിയറ്റ് യൂണിയനിലെ വിപ്ലവത്തെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്, മർദ്ദയെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് കടന്നു പോകുന്ന ഒരു ഫീലിംഗ് അതെങ്ങനെയായിരുന്നു? തുമ്പപ്പൂവും തുളസി കതിരും ഒക്കെയാണല്ലോ ഈ സങ്കല്പങ്ങൾ, പ്രേമമായിട്ട് പണ്ട് സ്ത്രീകളെ പൂവായിട്ടൊക്കെയാണല്ലോ, എന്താണ് തളിരുടലിന്റെ താരുണ്യമാണല്ലോ അല്ലേ? അവിടെ നിന്നൊക്കെ മാറി അത് ഇത്തരം സങ്കല്പങ്ങളിലേക്ക് വന്നെങ്ങനെ? ഞാൻ ഹിരോഷിമയോ നാഗസാക്കിയോ എന്നിൽ വന്ന് വീഴാമോ, പ്രണയം ഒരു ആറ്റം ബോംബായി വന്ന് വീഴാമോ എന്നാണ് ചോദിച്ചത്. എന്റെ ലിബിയ മുഅമ്മർ ഗദ്ദാഫി പുള്ളിക്കാരന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ചല്ലേ പറയുന്നത്. പുള്ളിക്കാരൻ ലിബിയെ പ്രണയിച്ചിരുന്ന ഒരാളാണ്. ഞാൻ വായിച്ച ഒരു കാര്യമാണ്. ലിബിയെ പ്രണയിച്ചു കൊണ്ടേയിരുന്ന ഒരാളാണ്. അവസാനം ലിബിയൻ തെരുവിൽ വെച്ച് തന്നെ അയാൾ പ്രണയിച്ചിരുന്ന ജനങ്ങളാൽ അയാൾ മർദ്ദിച്ചു കൊല്ലപ്പെട്ടു എന്നുള്ള സാധനമാണ്. അപ്പൊ നിന്നാൽ ഞാൻ മർദ്ദിച്ചു കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല, ഞാൻ നിന്നെ പ്രണയിച്ചുള്ള ദുഃഖമാണെങ്കിലും ആനന്ദമാണ് നീ കോമനെ. അതാണ് സാധനം. ഞാൻ എന്റെ ഒരു സ്റ്റൈലിൽ അത് എഴുതി എന്നുള്ളതാണ്. വേദിയിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹൈ വോൾട്ടേജ് എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്ത വരി ഏതായിരുന്നു? സോഷ്യൽ ക്രിമിനൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പാട്ടുണ്ട്. അതിനകത്ത് കോൺക്രീറ്റ് വനത്തിനോരത്തിൽ ആ പാട്ട് മുഴുവനേ എനിക്ക് അങ്ങനെ ഒരു ഫീലാണ്. ഹൈ എനർജിയാണ് ആ പാട്ട്. ആ പാട്ട് ലൈക്ക് ശരിക്കും എൻ്റെ ജീവിതം ഞാൻ കടലമ്മ പറ്റത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന കടലമ്മ. അത് കൊണ്ടാലുള്ള ഒരു പാട്ടാണ്. അത് സാം CS ആണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കൊച്ചു മക്കളായിരിക്കുമല്ലോ മിക്കപ്പോഴും വരിക ഷോ കാണാനായിട്ട്. ഞാൻ അവരോട് ചോദിക്കും, ഈ തലപ്പാവ് വെച്ചാരാണ്? വില്ലുവണ്ടിയിൽ തലപ്പാവും വെച്ചിട്ട് ഈ രാജവീതി മുറിച്ച് വന്നത് ആരാണെന്ന് ഞാൻ ചോദിക്കും. അവർക്കറിയാന്നേ. അതെ, അവരിങ്ങനെ ഏറ്റുപാടുന്നത് അയ്യങ്കാളി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊരു 4-5 പ്രാവശ്യം പറയിപ്പിക്കുന്നേ. അത് നമുക്കതൊരു വേറൊരു എനർജി. അത് വേടന്റെ സ്വപ്നത്തിലുള്ളൊരു ഇന്ത്യ, വേടന്റെ സ്വപ്നത്തിലുള്ളൊരു നാട് അല്ലെങ്കിൽ ഒരു ലോകം, ആ ലോകത്ത് ആരുണ്ടാവരുതെന്നാണ് വേടൻ ആഗ്രഹിക്കുന്നത്? ഞാൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരിക്കരുത്, അല്ലെങ്കിൽ ഏത് ആശയം ഉണ്ടാവരുതെന്നാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ സമത്വവാദിയാണോ. സമത്വം ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരാൾ മറ്റൊരാളെ പിറപ്പിൽ വെറുക്കുന്ന ആശയമുണ്ടല്ലോ. അതാണ് എന്നെ വിഘടനവാദി എന്നാണ് പലരും പറയുന്നത്. ജാതി ഭീകരവാദി. ശരിക്കും ജാതി ഭീകരവാദിയാണ് എന്നാണ് സംഘപരിവാറുകാർ പറയുന്നത്. ആണോ? ഞാനിങ്ങനെ നോക്കുകയാണ് നിങ്ങളുടെ ഭീകരവാദി ജാതി ഭീകരവാദി അല്ലേ? വിടുവായിത്തരം പറയുന്നതായിട്ട് ഞാൻ വിചാരിക്കുന്നുള്ളത്. എന്നെ ജാതീയ ഭീകരവാദി എന്നൊക്കെ പൊട്ടന്നെ. എനിക്ക് ആ സ്റ്റേറ്റ്മെന്റിൽ അവസാനിപ്പിക്കാം.